ഷാരോൺ രാജ് വധക്കേസിന്റെ ശിക്ഷാവിധി കാത്ത് ഇരിക്കുകയാണ് കേരളം. ഇപ്പോൾ ക്വാണ്ടം ഓഫ് സെന്റൻസ് എന്താണെന്ന് തീരുമാനിക്കുന്നതിനുള്ള വാദം നടക്കുകയാണ്. ശിക്ഷാവിധിയിന്മേൽ വാദം നടക്കുമ്പോൾ അവിടെ കൃത്യമായി പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ഷാരോണിനും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഷാരോണിന്റെ സഹോദരൻ ഡോക്ടറാണ്. ഷാരോണിലൂടെ സമൂഹത്തിന് ലഭിക്കേണ്ട സേവനം പ്രതി ഇല്ലാതാക്കി. അതുകൊണ്ട് പ്രതി ദയ അർഹിക്കുന്നില്ല. മനസാക്ഷിയുള്ള സമൂഹം മുഴുവൻ ഞെട്ടിയ കൊലപാതകമാണ്. കൊന്നത് സ്നേഹത്തെയാണ്. അതുകൊണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. പ്രതിയായ ഗ്രീഷ്മ ദയ അർഹിക്കുന്നില്ല, ഒരു തരത്തിലുള്ള കൺസിഡറേഷനും അർഹിക്കുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയാണ്. തൊട്ട് മുൻപെയാണ് പ്രതിഭാഗം ഈ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പ്രോസിക്യൂഷൻ ഊന്നാൻ കാരണമായ ചില വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. 24 വയസ്സ് മാത്രമാണ് പ്രായം. 22 വയസ്സാണ് അന്ന് ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ഷാരോണിന് 23 വയസ്സും 24 വയസ്സ് മാത്രമാണ് പ്രായം. ബിരുദാനന്തര ബിരുദധാരിയാണ്. ഇനിയും പഠിക്കണം. ഈ ബിരുദ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റും അടക്കമുള്ള കാര്യങ്ങളൊക്കെ കോടതിയുടെ പരിഗണനയ്ക്ക് മുന്നോട്ട് വെക്കുകയാണ് എന്നാണ്. ആ സമയത്താണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഷാരോണിനും ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. 23 വയസ്സ് മാത്രം പ്രായമുള്ള വളരെ സ്നേഹവാനായ ഒരു ചെറുപ്പക്കാരൻ ഇല്ലാതായിപ്പോയ സംഭവമാണ്. മനസാക്ഷിയുള്ള സമൂഹത്തെ മുഴുവൻ വേദനിപ്പിച്ച ഒന്നാണ്. മാത്രമല്ല ഷാരോൺ ഈ ആശുപത്രി വാസത്തിനിടയിൽ കടന്നുപോയ വലിയ വേദന കൂടി വ്യക്തമാക്കുകയാണ്. ഡോക്ടറുടെ മൊഴിയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ വിവരം. ഇന്നലെ പ്രോസിക്യൂട്ടർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരുന്നില്ല. ഇന്നിപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വളരെ സുപ്രധാനമായ വാർത്ത. പക്ഷേ മധു, അത് കോടതി എത്രമാത്രം പരിഗണിക്കുമെന്ന് അറിയില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 24 വയസ്സ് മാത്രം പ്രായമുള്ള പ്രതിയാണ്. നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ജയിൽ അതല്ലെങ്കിൽ ശിക്ഷ എന്നുള്ളത് റിഫോർമേറ്റീവാണ്. ഒരാളെ പരിഷ്കരിക്കാൻ ഉതകുന്നത് എന്ന സങ്കല്പത്തിലാണ് ശിക്ഷ, പ്രതികാര നടപടി എന്നുള്ള നിലയിലല്ല. അപ്പോൾ ഈ അക്കാഡമിക് റെക്കോർഡുകൾ അടക്കം പരിശോധിച്ച് ഒരു പക്ഷേ ജീവപര്യന്തം, പരമാവധി ജീവപര്യന്തമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമൽ തേനമ്പർമൻ വിവരങ്ങളുമായി. അമൽ, വധശിക്ഷ തന്നെ, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകമാണ്. റയറസ്റ്റ് ഓഫ് റയർ കേസിൽ മാത്രമേ വധശിക്ഷ വിധിക്കാറുള്ളൂ ഇന്ത്യയിൽ. അത് തന്നെ നടപ്പാക്കൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ വധശിക്ഷ തന്നെ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ് പറഞ്ഞതുപോലെ അപൂർവം ആയ ഒരു കേസ് എന്നുള്ളത് പ്രോസിക്യൂഷൻ പറയുന്നു. ആ ഒരു പരാമർശം കോടതി നടത്തുമോ? കോടതി ഈ പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം തൂക്കുകയർ, ഗ്രീഷ്മ എന്ന് പറയുന്ന പ്രതിക്ക് തൂക്കുകയർ വിധിക്കുമോ എന്നുള്ളതാണ് പറയുന്നത്. സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളത് എന്നുള്ളതാണ് ഇതിന് മറുവാദമായി ഇപ്പോൾ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ പറയുന്നത്. എങ്ങനെ വധശിക്ഷ നൽകാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാദമാണ് എന്ന് പറയേണ്ടി വരും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ വാദം തുടങ്ങിയപ്പോൾ മുതൽ ഉയർന്ന ഒരു ആശങ്കയും ഇത് തന്നെയാണ്. സാഹചര്യ തെളിവുകൾ ഏറ്റവും നിർണായകമായി മാറിയത്. ബാക്കിയുള്ളത് ഡിജിറ്റൽ എവിഡൻസ് ആണ്. ഫിസിക്കൽ എവിഡൻസ് ഒരു കുപ്പി മാത്രമാണ്. മറ്റ് തെളിവുകൾ എന്ന് പറയുന്നത് ഗ്രീഷ്മയ്ക്കെതിരെ ഈ തെളിവുകൾ എങ്ങനെ കോടതിയിൽ നിൽക്കും എന്നൊരു ആശങ്ക ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും കോടതി അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെന്നുമാണ് ഇന്നലെ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും എല്ലാം വ്യക്തമാക്കിയത്. തങ്ങൾ പറഞ്ഞ വാദം കോടതി അംഗീകരിച്ച് കോടതി ഈ രണ്ട് പ്രതികളും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി കോടതിക്ക് അത് ബോധ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു ഇന്നലെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ പ്രതിയുടെ ഒരു സാഹചര്യമെല്ലാം വിശദീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പശ്ചാത്തലം വിശദീകരിച്ചുകൊണ്ട് പ്രതിക്ക് പരമാവധി ശിക്ഷ എന്നുള്ള പ്രോസിക്യൂഷൻ വാദം അംഗീകരിക്കപ്പെടരുത്, അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഭാഗത്തിന്റെ വാദം എന്ന് പറയുന്നത്. പ്രതിക്ക് സാമൂഹ്യ വിരുദ്ധ സ്വഭാവമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിനു മുൻപ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളായിരുന്നില്ല ഗ്രീഷ്മ എന്നൊരു കാര്യം കൂടി ഈ പ്രതിഭാഗം വാദമായി കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. കോടതിയുടെ തീരുമാനം എന്ത് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. അപൂർവമായ ഒരു കേസായി പരിഗണിച്ചുകൊണ്ട് വധശിക്ഷ നൽകുമോ? അങ്ങനെ വധശിക്ഷ നൽകിയിട്ടുള്ള പല കേസുകളും അഭിലാഷ് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ അങ്ങനത്തെ കേസുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. കീഴ്ക്കോടതികളിൽ നിന്നും അങ്ങനെ വധശിക്ഷ വിധിച്ച കേസുകൾ പിന്നീട് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ആ ശിക്ഷയിൽ ഉണ്ടാകുന്ന കുറവുകൾ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് സൗമ്യ കേസിലടക്കം കണ്ടതാണ്. സൗമ്യയുടെ വധക്കേസുമായി ബന്ധപ്പെട്ട് കീഴ്ക്കോടതികളിൽ നിന്നെല്ലാം വധശിക്ഷ, ഗോവിന്ദചാമിക്ക് വധശിക്ഷ എന്നതിനപ്പുറത്തേക്ക് ഒരു വിധത്തിലുള്ള ഇളവുകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ ആ കേസിന്റെ വാദം നടക്കുന്ന സമയത്ത് അന്ന് ഞാൻ സുപ്രീം കോടതി റിപ്പോർട്ടറാണ്. അന്ന് കോടതി ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്, ഗ്രീഷ്മ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീഴുന്നത് കണ്ടു എന്നൊരാൾ വിളിച്ചു പറഞ്ഞ് പോകുന്നത് കേട്ടു. ആ ശബ്ദം കേട്ടാണ്, അതാണ് മൊഴി, ഒരാൾ വിളിച്ചു പറയുന്നത് കേട്ടു, ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീഴുന്നത് കണ്ടു എന്നുള്ളതായിരുന്നു ആ മൊഴിയിലുണ്ടായിരുന്നത്. അപ്പോൾ കോടതിയുടെ ഒരൊറ്റ ചോദ്യമായിരുന്നു, തെറിച്ച് വീഴുന്നത് കണ്ടു, പക്ഷേ തള്ളിയിട്ടത് മരണകാരണം താഴേക്ക് വന്ന് വീണിട്ടുള്ളതാണ്. അപ്പോൾ ആ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടു എന്നുള്ളത് എങ്ങനെ തെളിയിക്കാനാകും എന്നുള്ളതായിരുന്നു കോടതിയുടെ ചോദ്യം. ബലാത്സംഗം അടക്കമുള്ള മറ്റ് മുഴുവൻ കുറ്റങ്ങളും അന്ന് ഗോവിന്ദചാമിക്കെതിരെ തെളിയിക്കപ്പെട്ടപ്പോൾ പോലും ഈ സൗമ്യ അന്ന് കൊലപ്പെടുത്തിയത് ഈ പറയുന്ന ഗോവിന്ദചാമിയാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഉണ്ടായ ചെറിയൊരു പിഴവിലാണ് അന്ന് ആ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു മാറ്റമുണ്ടാകുന്നതും ഗോവിന്ദചാമിയുടെ വധശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതും.
അതുപോലെയൊക്കെ ഈ കീഴ്ക്കോടതികളിൽ നിന്നുണ്ടാകുന്ന വിധികൾ മേൽക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നു. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകളെന്ന് പറയാൻ ഫോൺ രേഖകളും അതോടൊപ്പം തന്നെ മറ്റ് ഈ മൊഴികളുമൊക്കെയാണ് ഏറ്റവും നിർണായകമായി മാറുന്നത്. ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഗ്രീഷ്മ ഷാരോണിനെ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് ഗ്രീഷ്മയും ഷാരോണും മാത്രമാണ്, മറ്റാരും അത് കണ്ടിട്ടില്ല. ഈ റിജിൻ എന്ന് പറയുന്ന ഷാരോണിന്റെ ഒരു സുഹൃത്തുണ്ട്. ഷാരോണിനെ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത് റിജിനാണ്. റിജിൻ പക്ഷേ ഈ ഗ്രീഷ്മയുടെ വീടിന് തൊട്ടു താഴെയായ ഒരു കടയുണ്ട്, ആ കടയുടെ അവിടെ ബൈക്ക് നിർത്തി നിൽക്കുകയായിരുന്നു. ഈ കൃത്യം നടന്ന സമയത്ത് കണ്ടിട്ടില്ല. പക്ഷേ ഒരു 10 മിനിറ്റിന് ശേഷം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് കയറിപ്പോയ ഷാരോൺ അവിടെ നിന്നും തിരിച്ചിറങ്ങി വന്നതിന് ശേഷം ഗേറ്റിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ ഛർദ്ദിക്കുന്നത് കണ്ടു എന്നുള്ളത് മാത്രമാണ് മൊഴിയായത്. അതേസമയം തന്നെ വധശിക്ഷയെ പ്രതിഭാഗം അതിശക്തമായി എതിർക്കുകയാണ്. ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഒന്ന്, പ്രതിക്ക് സാമൂഹ്യ വിരുദ്ധ സ്വഭാവമില്ല. ഗ്രീഷ്മ ഷാരോണുമായുള്ള ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു, ഷാരോൺ അത് സമ്മതിച്ചിരുന്നില്ല. ഇരുവരും ഒന്നിച്ചുള്ള സ്വകാര്യ നിമിഷങ്ങൾ ഷാരോൺ സൂക്ഷിച്ചിരുന്നു, ഇതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതേ സ്വഭാവമുള്ള പഴയ കേസുകൾ പ്രതിഭാഗം ഉദ്ധരിക്കുന്നു. അപ്പോൾ അക്കാഡമിക് റെക്കോർഡ്സ് മികച്ചതായുള്ള 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് പ്രതി. അതുകൊണ്ട് പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണം. ഈ പരമാവധി ശിക്ഷ എന്നതിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിഭാഗവും അതിനൊപ്പം തന്നെ പ്രോസിക്യൂഷനും വാദം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പരമാവധി ശിക്ഷ നൽകണം എന്നുള്ളത് തന്നെയാണ് ഷാരോണിന്റെ വക്കീൽ ആവശ്യപ്പെടുന്നത്.